അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം ലോക് ഭവനിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ടി പി സെൻകുമാർ, അതായത് നമ്മുടെ മുൻ DGP ആയിട്ടുള്ള ടി പി സെൻകുമാർ സാറിൻ്റെ ഒരു പുസ്തക പ്രകാശനമായിരുന്നു ആ പരിപാടിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. എനിക്കും അതിൽ ഒരു ക്ഷണം കിട്ടിയിരുന്നു, ഞാനും പോയിരുന്നു. ഞാനടക്കം ഏകദേശം ഒരു 11-12 പേർ മാത്രമാണ് അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഗവർണർ വന്നു, ആ പുസ്തക പ്രകാശനം നടത്തി. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ, അതായത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11 വർഷമായി ഭരിക്കുന്നു. ഇങ്ങനെ 11 വർഷം അദ്ദേഹം ഭരിക്കുമ്പോഴും അദ്ദേഹം ഈ 11 വർഷത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് അറിയാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലെങ്കിൽ ധനുഷ് അങ്ങനെ ഒരു സീരീസ് തുടങ്ങുമോ? അതായത് പ്രധാനമന്ത്രി കൊണ്ടുവന്ന പല വികസന കാര്യങ്ങളും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടാതെ പോയ പല കാര്യങ്ങളും, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടി പി സെൻകുമാർ സാറിൻ്റെ അദ്ദേഹം പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിത് ഭാരത് ലക്ഷ്യമാക്കി 11 മഹത്തായ വികസന വർഷങ്ങൾ 2014 മുതൽ 2025 വരെ. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സെൻട്രൽ ഗവൺമെൻറ്റും നമ്മുടെ നാടിന് വേണ്ടി ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് എൻസൈക്ലോപീഡിയയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 70 രൂപയാണ്. വെറും 70 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അതായത് ഒരു സാധാരണക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളെയും കാര്യങ്ങളെയും എന്താണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും, ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് പ്രധാനമന്ത്രി എന്താണ് ചെയ്യുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതിന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പുസ്തകം ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും വേണം, ഉറപ്പായിട്ടും വേണം. ഇത് പരസ്യമൊന്നുമില്ല, ഇത് ഞാൻ വായിച്ചു, ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കാനുള്ള പുസ്തകം മാത്രമേ ഉള്ളൂ ഇത്. കാരണം അത്രയും സംഭവങ്ങൾ മാത്രം ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. 93 പേജാണ് ഇതിനുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്കിത് കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. 70 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത്. 42 രൂപയാണ് ഇതിൻ്റെ കൊറിയർ ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ 70 + 42 112 രൂപ നിങ്ങൾ മുടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം വീട്ടിലോട്ട് ലഭിക്കും, വീട്ടിൽ കൊറിയറായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ടി പി സെൻകുമാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പുസ്തകം പ്രിൻ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് തന്നെ, അല്ലെങ്കിൽ പബ്ലിഷിംഗ് കോസ്റ്റ് തന്നെ 68 രൂപയാണ്. ഈ 68 രൂപയ്ക്ക് ഞാൻ ചോദിച്ചു, അതായത് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടും പലരോടും എന്നോട് പറഞ്ഞത് ഈ 68 രൂപയാണ് ഈ പ്രിൻറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിഷിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. പുസ്തകത്തിൻ്റെ വില 70 രൂപ. ഒരു 100 രൂപയെങ്കിലും ഈ പുസ്തകത്തിന് ആക്കിയാൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ലഭിക്കുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് ലാഭം ലഭിക്കുക എന്നുള്ളതല്ല. ഇത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും സ്വീകരണ മുറിയിൽ വേണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരണ മുറിയിൽ വേണം. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് ഓരോ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ ഉള്ളടക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ, അത് വളരെ കൃത്യമായിട്ട് ആഭ്യന്തര മൊത്ത വരുമാനം GDP അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്താണ് അദ്ദേഹം ചെയ്തത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2014 ദാരിദ്ര്യ നിർമ്മാർജ്ജന നടപടികൾ. അതായത് പ്രധാനമന്ത്രി വന്ന ശേഷം പലപ്പോഴും ഇവിടെയുള്ള കമ്മി കൊങ്ങി സുഡാപ്പികളൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകാതിരിക്കാൻ ഇതൊരെണ്ണം മേടിച്ച് വെക്കുക. ഉത്തരം മുട്ടി പോകാതിരിക്കാൻ എന്നുള്ളതല്ല, UPA സർക്കാരിൻ്റെ കാലത്ത് എന്ത് ചെയ്തില്ല എന്നുകൂടെ ഇതൊരെണ്ണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് ചെയ്യാമായിരുന്നല്ലേ എന്ന് നമുക്ക് തോന്നും. അതാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. 2025 ദാരിദ്ര്യ നിർമ്മാർജ്ജന നടപടികൾ എന്തൊക്കെയാണ്, തൊഴിലുറപ്പ് പദ്ധതികൾ, പിന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ, ജൻധൻ അക്കൗണ്ട്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, സഖി കേന്ദ്രങ്ങൾ, സുകന്യ സമൃദ്ധി യോജന, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, സ്വച്ഛ് ഭാരത് മിഷൻ, നൈപുണ്യ വികസന ദൗത്യങ്ങൾ, ഡിജിറ്റൽ ഇന്ത്യ, സ്ത്രീ ശാക്തീകരണവും അതിൻ്റെ വിവിധ പദ്ധതികളും, സ്റ്റാൻഡ് അപ്പ് സ്കീംസ്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രി മുദ്രാ യോജന, കാർഷിക രംഗം, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങി നിങ്ങൾക്കിത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന സ്കീം ഏതാണ് എന്നുകൂടെ തിരഞ്ഞെടുക്കാനായി സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി അവതരിപ്പിച്ച് കേരളത്തിൽ എത്താതെ പോയാൽ, അല്ലെങ്കിൽ എത്തിയാൽ തന്നെ ഇവിടെയുള്ള സർക്കാർ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പല
രഹസ്യങ്ങളും ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിന് ഒരു സാധാരണക്കാരന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സെൻട്രൽ ഗവൺമെൻറ്റും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കും. നിങ്ങൾ ഈ പുസ്തകം മേടിച്ച് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിനകത്ത് പല കാര്യങ്ങൾക്കും പല യോജനകളും നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന പല യോജനകളുടെയും വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പം അതൊരു വലിയ സേവനമാണ് നമ്മുടെ നാടിന് ചെയ്യുന്ന. ഇത് എല്ലാ ആൾക്കാരോടും കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തോട് വിരോധമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മതമൗലികവാദികളാണ്. അല്ലാത്ത സാധാരണ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ, സാധാരണ ദൈനംദിന ജീവിതം നയിക്കുന്ന ആൾക്കാർ, നാളെ നല്ലൊരു ജീവിതം വേണമെന്ന് സ്വപ്നം കണ്ടു കഴിയുന്ന, അല്ലെങ്കിൽ നാളെയും ഞങ്ങൾക്കൊന്നിനും മുട്ടുവരരുത്, അതിനുവേണ്ടി ഇന്നേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ കൂലിപ്പണിയായിരിക്കും എങ്കിലും അതിൽ നിന്നൊരു തുക എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ കാണത്തില്ലല്ലോ. നിഷ്പക്ഷരായിട്ടുള്ള, നാളെയും നമ്മുടെ രാജ്യത്ത് സ്വസ്ഥമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം എന്നുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു പുസ്തകം മേടിച്ച് വയ്ക്കുന്നത് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതാണ്. ഇതിലൂടെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ലൈഫിൽ അയാൾക്ക് എന്തൊക്കെയാണ് അയാളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് 72 ഉള്ളടക്കം, അതായത് 72 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം യൂണിവേഴ്സിറ്റി, തൊഴിലില്ലായ്മ, തൊഴിൽ, ഇന്ത്യയുടെ പൊതുകടം, ഓയിൽ ബോണ്ട്, ഊർജ്ജ നികുതി, വരുമാനം, MSME എങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് വിശദവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വേണം എന്ന ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക? ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഇങ്ങനൊരു പുസ്തകം വേണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ച് ഒരു മെസ്സേജ് അയയ്ക്കുക. 112 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ. ഇന്ത്യയിൽ എവിടെയും പുസ്തകത്തിൻ്റെ വില 70 രൂപ, 42 രൂപ കൊറിയർ. രാജ്യത്തെവിടെയും 112 രൂപയ്ക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു നിർബന്ധവുമില്ല. ആവശ്യക്കാർ മാത്രം അപ്രോച്ച് ചെയ്താൽ മതി എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ശരി.